പിണങ്ങി പോവുകയായിരിക്കല്ലേ? ശരീരത്തിൽ കൈയിട്. ഞാൻ ആളൊരു ബ്രഹ്മചാരി. ഞാൻ അല്പം താമസിച്ചു പോയി, ക്ഷമിക്കൂ. അല്ല, നിങ്ങൾ ആരാണ്? നിങ്ങൾക്ക് ആളെ തെറ്റിപ്പോയതായിരിക്കും. ഞാൻ പറയാം, വരൂ. രക്ഷയില്ലടിയാ, പോവാ. ഉപകാരത്തിന് നന്ദി. ഞാൻ ആ ഗുണ്ടകളിൽ നിന്ന് രക്ഷപ്പെടാനാ ചങ്ങാത്തം ഭാവിച്ചത്. എങ്കിൽ നേരത്തെ വിവരം പറഞ്ഞത് ഞാൻ രണ്ടെണ്ണം കൊടുത്താനല്ലോ. ഞാൻ വരട്ടെ. അത് അങ്ങനെ പോയാലോ? എന്തെങ്കിലും ചെലവ് ചെയ്യണോ? ചക്കര. സ്നേഹിതരെ, തട്ടിൽ ടെക്സ്റ്റൈൽസിന്റെ സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് നടന്ന ഫാഷൻ പരേഡിലും ബ്യൂട്ടി കോൺടെസ്റ്റിലും സമ്മാനർഹയായ സൗന്ദര്യറാണി പത്മിനി ഈ വേദിയിൽ പ്രത്യക്ഷപ്പെടുന്നതാണ്. സൗന്ദര്യറാണി പത്മിനിക്ക് ഷീൽഡ് നൽകുന്നതിന് വേണ്ടി പ്രദീപ് ഇന്റർനാഷണൽ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ പ്രദീപ് കുമാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈ സൗന്ദര്യറാണിയെ അനുമോദിക്കാൻ അവസരം തന്ന ഭാരവാഹികൾക്ക് ഞാൻ നന്ദി പറയുന്നു. മിസ് 84 പത്മിനിയെ പ്രദീപ് ഇന്റർനാഷണലിന്റെ മോഡലായി നിയമിക്കുന്ന സന്തോഷ വാർത്ത ഞാൻ എല്ലാവരെയും അറിയിക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ് മൈ സൺ. ഏത് ബിസിനസിന്റെയും അവിഭാജ്യ ഘടകമാണ് പബ്ലിസിറ്റി. ആ സുന്ദരിയെ നമ്മുടെ കമ്പനിയുടെ മോഡലായി തിരഞ്ഞെടുത്തതിന്റെ ബുദ്ധിയിൽ അച്ഛൻ അഭിമാനമുണ്ട്. താങ്ക് യു ഡാഡി. നമ്മുടെ എല്ലാ ബിസിനസിന്റെ പരസ്യത്തിലും അവളെ ഉൾപ്പെടുത്താമെന്നാണോ? വൈ നോട്ട്? അവൾ സുന്ദരിയല്ലേ? ഓഫ് കോഴ്സ്. പക്ഷേ ജ്വല്ലറിയുടെ പരസ്യത്തിൽ അവളെ ഉൾപ്പെടുത്തണ്ട. അത് ഞാൻ മറ്റൊരാളെ കണ്ടില്ല. സാർ ഇതിലൊരൊപ്പ്. ബട്ട് വൺ തിങ്, ഒരു കാര്യം ഓർമ്മയാണ്, അവളെന്നും നമ്മുടെ ശമ്പളക്കാരി മാത്രമായിരിക്കും. ഡാഡിക്ക് എന്നെ വിശ്വസിക്കാം. ഓക്കെ? തൊഴിലാളികൾക്ക് കൂലി കൂടുതൽ കൊടുത്തേ മതിയാവും. അവരുടെ കാര്യം വളരെ കഷ്ടത്തിലാണ്. കഷ്ടം തീരണം അല്ലേ? മുതലാളി എന്താ പറഞ്ഞിട്ട് പോയി? നമ്മുടെ കാര്യം എന്തായെന്ന് ഞാൻ പറഞ്ഞില്ലേ? തൊഴിലാളികൾ സംഘടിക്കണം, സമരം ചെയ്യണം, എങ്കിലേ അവകാശങ്ങൾ നേടിയെടുക്കാൻ പറ്റും. എന്താ മോളെ? ഈ ആഴ്ച റേഷൻ പഞ്ചസാര കൂടുതലാ. ഓ, അതിനെന്താ മോളെ, വാങ്ങിച്ചോളൂ. ഇതേ ഉള്ളു അച്ഛന്റെ കയ്യിൽ. ആ ചെറ്റകൾക്ക് കൂലി കൂടുതൽ വേണമെന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരൊറ്റ പൈസ പോലും അവന്മാരുടെ വീട്ടിലെത്തരുത്. ഏതായാലും മുതലാളിയുടെ പുറകെ കുറെ നാൾ ചോദിച്ചു നടന്നതിന് ഫലം കിട്ടി. പണം തന്നു. ഇനി എന്ത് സംഭവിക്കും ദൈവത്തിന് മാത്രം അറിയാം. ഇതാ എല്ലാരും കൊണ്ട് വീതിച്ചു കൊടുത്തു. എടാ, ആടാ ഇവിടെ. അയ്യോ, ഞങ്ങൾ പാവങ്ങളാണ്, ഞങ്ങളെ ഉപദ്രവിക്കരുത്. അയ്യോ അയ്യോ അയ്യോ, ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ എന്ത്?
ആ സ്മഗ്ലർ അവനെ ഞങ്ങൾ പിടിച്ചോളാം. നിങ്ങൾ ആരാ സംസാരിക്കുന്നത്? ഹലോ ഡാഡി, പ്രസാദ് അപകടത്തിലാണ്. പോലീസ് എല്ലാം അറിഞ്ഞു കഴിഞ്ഞു. ഇല്ല, ഏത് അപകടത്തിൽ നിന്നും അവൻ രക്ഷപ്പെടും. ദാറ്റ് ഈസ് പ്രസാദ്. ഹായ് ചേട്ടൻ, ഇതെന്താ കൈ മുറിവിരിക്കുന്നത്? ഹേയ്, ഒന്നുമില്ല. അച്ഛാ, ചേട്ടൻ വന്നിരിക്കുന്നു. എന്ത് പറ്റിന്ന് പറ ചേട്ടാ. ഒന്നുമില്ല, നീ അകത്തേക്ക് പോ. ഒന്നുമില്ലെങ്കിൽ പിന്നെ ചോര വരുമോ? ആ, ഇത് കണ്ടില്ലേ? വന്നോ? ചേട്ടന്റെ കൈ മുറിവിരിക്കുന്നു. ഇതെന്ത് പറ്റി? ഒന്ന് മുറിഞ്ഞതാ. മുറിഞ്ഞോ? ഈ കൈ എന്താ പിന്നിൽ വെച്ചിരിക്കുന്നത്? ഇതിങ്ങ് തരൂ. വേണ്ട മാവ, ഇത് അപകടം നിറഞ്ഞതാണ്. ഈ അപകടം പിടിച്ച സാധനം നിനക്കെന്തിനാണ്? ഈ കൈ എങ്ങനെ മുറിഞ്ഞു? അമ്മാവ, ഇല്ല മോനെ, നിനക്ക് നിന്റെ അമ്മാവനോട് കള്ളം പറയാനാവില്ല. എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. മോളെ, നീ അകത്ത് പോ. ഞാൻ പോവില്ല, ഞാൻ ഇറങ്ങിട്ടേ പോവൂ. ചേട്ടനാരോട് വഴക്കുണ്ടാക്കിയിട്ട് വന്നിരിക്കുക. മോനെ, നീ സമ്പാദിച്ചിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. പക്ഷേ അതെങ്ങനെ ഉണ്ടാക്കുന്നു എന്നുകൂടി എനിക്കറിയണം. ഞാൻ അമ്മാവനോട് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതല്ലേ. നീ പറയുന്ന എല്ലാം ഒഴിവ് കഴിവുകളാണ്. എന്തോ അപകടം പിടിച്ച ജോലിയാണ് നീ ചെയ്യുന്നത്. അതെനിക്കറിയണം. അമ്മാവ, ഈ തഴുക്കോടെ ഈ കയ്യിൽ വീണ കുഞ്ഞാണ് നീ. നിന്നെ ഞാൻ വളർത്തി വലിയവനാക്കി, പഠിപ്പിച്ച ഡിഗ്രിക്കാരനാക്കി. നിന്റെ എല്ലാ നിർബന്ധവും ഈ അമ്മാവൻ സാധിച്ചു തന്നു. ഇന്ന് ഞാൻ നിന്നോട് നിർബന്ധിക്കുന്നു, അതെനിക്കറിയണം. ഇല്ലെങ്കിൽ ഞാനും എന്റെ മോളും പട്ടിണി കിടന്ന് മരിച്ചാലും നിന്റെ പണം വേണ്ട. വേണ്ടടാ. പറയാം, ഞാൻ പറയാം. പിറന്ന നാൾ മുതൽ അനാഥനായ എന്നെ ഈ നിലയിൽ വളർത്തിയെടുത്ത എന്റെ അമ്മാവന് ഞാനല്ലാതെ വേറെ ആരുമില്ല. വിവാഹപ്രായം എത്തിയൊരു പെണ്ണ് നമ്മുടെ ഈ വീട്ടിലുണ്ട്. എന്റെ ഈ ഡിഗ്രിക്ക് ഒരു തൊഴിൽ വരാൻ ആർക്കും കഴിഞ്ഞില്ല മാവ. ഒടുവിൽ എനിക്ക് കിട്ടിയ ജോലി കാശുകാരുടെ ഇടയിൽ കള്ളക്കടത്ത് സാധനങ്ങൾ കൈമാറ്റം നടത്തും. ലാഭത്തിനല്ല, ശമ്പളത്തിന്. ഞാനിപ്പോ വലിയൊരു കള്ളക്കടത്തുകാരന്റെ കൈയാളാണ് അമ്മാവ. പ്രസാദ്, വേണ്ട മോനെ, നിനക്ക് ആ ജോലി വേണ്ട. ക്ഷമിക്കണം അമ്മാവ, ഞാനും അത് ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ ഇവളെ വിവാഹം ചെയ്തയക്കാനുള്ള പണം എനിക്ക് സമ്പാദിക്കണം. എന്നെ വളർത്തിയെടുത്ത മനുഷ്യന്റെ വയറെറിയുന്നത് കാണാൻ എനിക്ക് കഴിയില്ല. ഇപ്പോഴെന്റെ ചങ്കാണോ എരിയുന്നത്? ഈ വാത്സല്യമാണ് എന്നെ തോൽപ്പിക്കുന്നത്. എന്റെ ഏകദൈവം അമ്മാവനാണ്. എന്റെ അച്ഛനാരാണെന്ന് എനിക്കറിയില്ല. സ്വയം പിഴച്ച കാരണം പെറ്റ നിമിഷം എന്നെ വലിച്ചെറിഞ്ഞവളാണ് എന്റെ അമ്മ. മോനെ, അങ്ങനെ പറയരുത്. അമ്മ അങ്ങനെ പറയരുത്. അവരിൽ നിന്ന് നിന്നെ പിരിക്കുമ്പോ ആ സാധു സ്ത്രീക്ക് ബോധമില്ലായിരുന്നു. കുഞ്ഞിന്നേരെ, നിങ്ങൾ എന്റെ വിശ്വസ്തനാണ്. ഇനിയും അത് നിലനിർത്തുമെന്ന് എനിക്കുറപ്പുണ്ട്.